أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫാത്തിഹ സൂറത്തിലെ മാലികി യൗമിദ്ദീൻ എന്ന വിശുദ്ധമായ വചനത്തെക്കുറിച്ചാണ്. എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം? മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ എന്ന അർത്ഥമാണ്. യൗമുദ്ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രതിഫല ദിനം എന്നാണ്. അപ്പൊ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് എന്താണ്? പരലോകത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന് പ്രത്യേകം പറയുകയാണ് ഇവിടെ. കാരണമുണ്ട്. എന്തുകൊണ്ടാണ് പരലോകത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്നൊരായത്ത് പ്രത്യേകം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ട് പറയുന്നത്? എല്ലാ വസ്തുക്കളുടെ ഉടമസ്ഥൻ അള്ളാഹു അല്ലേ? എല്ലാം നിയന്ത്രിക്കുന്നതും സർവ്വ വസ്തുക്കളുടെയും ഉടമസ്ഥനും ഒക്കെ അള്ളാഹുവാണ്. എന്നിരിക്കെ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്തിന്റെ ഉടമസ്ഥനായി അള്ളാഹുവിനെ പ്രത്യേകം പരിചയപ്പെടുത്തുന്നത് എന്താണ്? അതിനൊരു പ്രധാന കാരണമുണ്ട്. ഈ ഭൗതിക ലോകത്ത്, യഹീക ലോകത്ത് എല്ലാ കാര്യങ്ങളുടെയും അധികാരം അള്ളാഹുവിനാണ്. എങ്കിലും അള്ളാഹു ചിലർക്കൊക്കെ ചില അധികാരങ്ങൾ താൽക്കാലികമായി ഭൂമിയിൽ കൊടുത്തിട്ടുണ്ട്. ചിലർ പ്രധാനമന്ത്രിയാക്കി, മുഖ്യമന്ത്രിയാക്കി, ചില ആളുകൾക്ക് വാർഡുകളുടെ അധികാരം കൊടുത്ത് മെമ്പറാക്കി. ഇങ്ങനെ പല അധികാരങ്ങളും ദുനിയാവിൽ പലർക്കും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. രാജാവും പ്രധാനമന്ത്രിയും അതുപോലെ MLA-യും MP-യും വാർഡ് മെമ്പറും ഒക്കെ ആയി വിവിധ ഭരണ തസ്തികകളിൽ ഇന്ന് നാടുകളിൽ നമ്മുടെ ഭൗതിക ലോകത്ത് എല്ലാറ്റിന്റെയും നിയന്ത്രണം അള്ളാഹുവിനായിരിക്കെ തന്നെ പല ആളുകൾക്കും താൽക്കാലികമായ ചില അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പാരത്രിക ലോകത്ത് ഒരാൾക്കും അങ്ങനെ ഒരു താൽക്കാലിക അധികാരം പോലും, ഒരു താൽക്കാലിക സ്വാധീനം പോലും ഇല്ല. അള്ളാഹു ഉദ്ദേശിച്ച പുണ്യപുരുഷന്മാർക്ക് ഷഫായത്തിന് മാത്രം ചില അധികാരങ്ങൾ അള്ളാഹു നൽകുന്നതിലപ്പുറം മറ്റൊന്നും അവിടെ ഒരാൾക്കും അധികാരമായി നൽകുന്നില്ല. ഇവിടെയും അള്ളാഹുവാണ് അധികാരിയെങ്കിലും താൽക്കാലികമായെങ്കിലും ഈ രൂപത്തിലുള്ള ചില അധികാരങ്ങൾ അള്ളാഹു നൽകുന്നത് കൊണ്ടാണ് പരലോകത്തെ പ്രത്യേകം ബന്ധപ്പെടുത്തി പരലോകത്തിന്റെ ഉടമസ്ഥൻ എന്ന് അള്ളാഹുവിനെ പ്രത്യേകം പരിചയപ്പെടുത്താനുണ്ടായ ഒരു കാരണം. പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ വിവിധങ്ങളായ പദങ്ങളിലൂടെ ഖുർആൻ ആ ദിവസത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. യൗമുൽ ഖിയാമ, തയ്യാറെടുപ്പിന്റെ ദിവസം എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. യൗമുൽ ഹഷർ, സംഗമിക്കുന്ന എല്ലാവരും അള്ളാഹുവിന്റെ മുന്നിൽ സംഗമിക്കുന്ന ദിനം എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. യൗമുൽ ഹിസാബ്, കണക്കെടുപ്പ്, നമ്മുടെ നന്മകളുടെയും തിന്മകളുടെയും കണക്കെടുപ്പ് നടക്കുന്ന ദിവസം എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. യൗമുൽ ബഹസ്, പുനർജന്മത്തിന്റെ ദിവസം എന്നും ഖിയാമത്ത് നാളിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. യൗമു തഗാബുൻ, ഒരുപാട് നഷ്ടങ്ങളുടെ ദിവസം എന്ന് ആ ദിവസത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. യൗമുൽ ആഖിർ, അവസാന ദിവസം എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. യൗമുൽ ഫസ്ൽ, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്ന ദിവസം എന്നും ഖിയാമത്ത് നാളിനെ കുറിച്ച് പരിചയപ്പെടുത്തി. വിവിധ രൂപത്തിൽ ഈ ഒരു ദിവസത്തെ പരലോകത്തെ കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയത് കാണാം. അന്നത്തെ അവസ്ഥകളും വിശദീകരിക്കുന്നുണ്ട് ഖുർആനിൽ. നമ്മളെപ്പോഴും ഓതുന്ന സൂറത്തു യാസീൻ, ആ വിശുദ്ധ വചനത്തിൽ പറയുന്നത് അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദിഹിം വതശ്ഹദു അർജുലുഹും. അന്ന് ഈ മനുഷ്യരുടെ വായകളുടെ മേലൊരു സീല് വെക്കും, സംസാരിക്കാൻ കഴിയൂല, സീല് വെക്കും, മുദ്ര വെക്കും. അവരുടെ കൈകൾ സംസാരിക്കും. തശ്ഹദു അർജുലുഹും, അവർ സംസാരിക്കുമ്പോൾ, കൈകൾ സംസാരിക്കുമ്പോൾ കാലുകൾ അതിന് സാക്ഷി പറയും, സാക്ഷി നിൽക്കും എന്നൊക്കെയാണ് സൂറത്തു യാസീനിലെ 65-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇവിടെ ചെയ്യുന്നത് പോലെ കളവ് പറഞ്ഞ് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് അവിടെ ആർക്കും രക്ഷപ്പെടാൻ കഴിയുകയില്ല. അക്രമികൾ രക്ഷപ്പെടുന്നു, നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു. നമ്മുടെ നാടുകളിൽ അതൊന്നും അവിടെ ഉണ്ടാവുകയില്ല. മുൽക്കു യൗമഇദില്ലാഹ്, അന്ന് എല്ലാ ആധിപത്യവും അള്ളാഹുവിൻ്റെതായിരിക്കും. യഹ്കുമു ബൈനഹും, ജനങ്ങൾക്കിടയിൽ അവൻ തീർപ്പ് കൽപ്പിക്കും എന്ന് സൂറത്തുൽ ഹജ്ജിന്റെ 56-ാമത്തെ വചനത്തിൽ പറയുന്നു. ഈ ഒരു പുനർജന്മ ദിവസം, നമ്മുടെ കാര്യങ്ങൾ വിചാരണ ചെയ്യുന്ന ഒരു ദിവസം ഇല്ല എങ്കിൽ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്ന സ്ത്രീകൾ, കുട്ടികൾ, ആക്രമിക്കപ്പെട്ടവർ, അവഗണിക്കപ്പെട്ടവർ, ഇവർക്കെല്ലാം ആരാണ് നീതി നൽകുക? ആ നീതി നൽകുന്ന ദിവസമാണ് യൗമുൽ ഖിയാമ, പ്രതിഫല ദിവസം. കട്ടും മുടിച്ചും നിരപരാധികളെ കൊന്നൊടുക്കിയും ഭീകരവാഴ്ച നടത്തുന്ന അക്രമികളെ ആരാണ് ശിക്ഷിക്കുക? അതിനൊരു നീതിയുടെ ദിവസം വേണം. അതാണ് യൗമുൽ ഖിയാമ. ആണ് മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞത്. യൗമുദ്ദീൻ എന്ന് പറയുന്നത് ആ പരലോകത്തെ കുറിച്ചാണ്. ആ സൂറത്തിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കി അത് പാരായണം ചെയ്യുന്ന ഏതൊരു മനുഷ്യനാണ് വിനയാനിധനാവാതിരിക്കാൻ കഴിയുക? ഒരു അധികാരിക്ക് എങ്ങനെയാണ് തന്റെ കീഴിലുള്ള ആളുകളോട് നീതി പാലിക്കാതിരിക്കാൻ കഴിയുക? തന്റെ അധികാരമൊന്നുമില്ലാത്ത ഒരു ദിവസം തനിക്ക് വരാനുണ്ട്, സർവാധികാരിയായ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ട ഒരു ദിവസം വരാനുണ്ട് എന്ന് ബോധമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് നന്നാവാതിരിക്കാൻ കഴിയുക? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഉപദേശിച്ചപ്പോൾ പരലോകത്തിന്റെ സ്മരണകളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് കാണാം. ആർക്കെങ്കിലും പരലോകത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നല്ലത് പറയാ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. എങ്കിലും പരലോകത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അവൻ തന്റെ അയൽവാസിയോട് നല്ല നിലക്ക് പെരുമാറുക. എങ്കിലും പരലോകത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അവൻ തന്റെ കുടുംബ ബന്ധം ചേർക്കുക.
എന്നിങ്ങനെ പരലോകത്തെ ബന്ധപ്പെടുത്തി പറയാനുള്ള കാരണം പരലോകത്തിൽ വിശ്വസിക്കുകയും പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും നന്മയുടെ വഴിയിലൂടെയല്ലാതെ സഞ്ചരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപദേശിച്ചതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചതും പരലോകത്തെ ബന്ധപ്പെടുത്തിയാവാനുള്ള കാരണം. പരലോകത്തിന്റെ മറ്റൊരു അവസ്ഥ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: വുജൂഹു യൗമഇദിൻ നാഇമ ലിസഈഹാ റാദിയ. ചില മുഖങ്ങൾ അന്ന് പ്രശോഭിതമായിരിക്കും, പ്രസന്നമായിരിക്കും. അവർ ചെയ്ത സൽക്കർമ്മങ്ങളെ കുറിച്ച് അവർ സംതൃപ്തരായിരിക്കും. ധാരാളം നിസ്കാരങ്ങൾ, നോമ്പുകൾ, നന്മകൾ ഒരുപാട് നിർവഹിച്ച ആ സന്തോഷം അവരുടെ പാരത്രിക ലോകത്ത് അവർക്ക് സന്തോഷമായി അവരുടെ മുഖം പ്രകാശിച്ചുകൊണ്ട് അതിന്റെ ഫലം അവർ കണ്ടുകൊണ്ടിരിക്കും. അന്നൊരുപാട് മുഖങ്ങൾ, കറുത്തിരുണ്ട മുഖങ്ങൾ ഉണ്ടാകും. ദുനിയാവിൽ വെച്ച് തോന്നിവാസങ്ങളും വൃത്തികേടുകളും ചെയ്തവരുടെ ബിദ്അത്തുകാരുടെ അവസ്ഥയാണതെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ യൗമ തബിയദ്ദു വുജൂഹുൻ, മുഖം വെളുത്തവരാരാണ്? മുഖം വെളുത്തവർ, മുഖം പ്രകാശിക്കുന്ന ആളുകൾ. വുജൂഹു അഹ്ലി സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷികളാണ് അന്ന് മുഖം പ്രകാശിക്കുന്ന ആളുകൾ. യഥാർത്ഥ ദീന് സുന്നത്ത് ജമാഅത്താണ്. ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ മുഖമാണ് അന്ന് പ്രകാശിക്കുന്നത്. അന്ന് കറുത്തിരുണ്ട മുഖങ്ങൾ ഉണ്ടാകും. യൗമ തസ്വദ്ദു വുജൂഹ്, ആ കറുത്തിരുണ്ട മുഖങ്ങളുടെ ഉടമകൾ ബിദ്അത്തുകാരാണ്, പുത്തൻവാദികളാണ്. ഇങ്ങനെ ആയത്തിന്റെ വിശദീകരണം ഒരുപാട് മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. കുറഞ്ഞ അർത്ഥഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൽ നമുക്കൊക്കെ വലിയ വിജയവും, നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബങ്ങൾ, ബന്ധങ്ങൾ, സ്നേഹജനങ്ങൾ, നമ്മളോടൊപ്പം നമ്മുടെ ഇത്തരം ക്ലാസ്സുകളിലും നമ്മുടെ നന്മകളിലും കൂടെ നിൽക്കുന്നവർ, സഹായിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു ആ പരലോകത്ത് എല്ലാ സന്തോഷങ്ങളും നൽകുമാറാവട്ടെ. മുഖം പ്രകാശിതരാകുന്ന ആളുകളിൽ അല്ലാഹു നമ്മളെ ഉൾക്കൊള്ളിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.